بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهداه أما بعد സൂറത്തുൽ അംബിയ 7 മുതൽ 9 വരെയുള്ള ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ നിയമങ്ങൾ സൂചിപ്പിക്കാം. വമാ അർസൽനാ, ഇവിടെ വമാ എന്നതിലെ ദീർഘം മദ് മുൻഫസിൽ ജായിസ് എന്നതാണ്. അലിഫിന് 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കേണ്ടതാണ്. അർസൽന, ഈ പദത്തിലെ റായിനെ തഫ്ഖീം ചെയ്ത് തടിപ്പിച്ചുച്ചരിക്കണം. അർസൽന, റാ അല്ലാത്ത മറ്റക്ഷരങ്ങൾക്ക് തഫ്ഖീം വരാതെ ശ്രദ്ധിക്കണം. എല്ലാം തർക്കീഖ് ചെയ്ത് ഉച്ചരിക്കേണ്ട ഇസ്തിഫാലിൻ്റെ ഹർഫുകളാണ്. വമാ അർസൽന ഖബ്ലക, ഖാഫിന് തഫ്ഖീം ചെയ്ത് സ്വരഭാരത്തോടെയുള്ള ശബ്ദം നൽകണം. ഖബ്ലക, ബാഇൻ്റെ സുക്കൂൻ ഖൽഖല സൂറ നൽകി ശബ്ദം ഹറക്കത്ത് പോലെ ചലിപ്പിക്കണം. ഖബ്ലക ഇല്ലാ റിജാലൻ നൂഹി, റിജാലൻ എന്നതിലെ തൻവീനിന് ശേഷമുള്ള നൂനിൽ പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കണം. ഇദ്ഗാം ബിഗുന്ന കാമിൽ. റിജാലൻ നൂഹി, നൂഹി ഇലൈഹിം, ഇവിടെ യാഇന് മദ് മുൻഫസിൽ ജായിസ് നൽകി 4-5 ഹറക്കത്തിൻ്റെ അളവിലുള്ള ദീർഘം നൽകണം. നൂഹി ഇലൈഹിം. വീണ്ടും ഫസ്അലൂ അഹ്ല ദിക്രി, ഇവിടെ ഫസ്അലൂ എന്നതിലെ വാവിനെയും മദ് മുൻഫസിൽ ജായിസ് നൽകി 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കേണ്ടതാണ്. ഫസ്അലൂ, ഇതിലുള്ള ഹംസ, അഹ്ല ഈ ഹംസ, എല്ലാ ഹംസകളും വ്യക്തമാക്കി ഉച്ചരിക്കണം എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഷിദ്ദ എന്ന സിഫത്ത് നൽകപ്പെടുന്ന അക്ഷരം കൂടിയാണ് ഹംസ. അത് ഫസ്അലു ഫസ്അലു എന്നായി പറഞ്ഞ് ഫസ്അലു എന്ന് വ്യക്തമാക്കി ഹംസ ഉച്ചരിക്കുക. ഇൻ കുൻതും അഹ്ല ദിക്രി എന്നതിൽ ദിക്രി കാഫ് മഹ്മൂസും ഷദീദുമായ ഹർഫാണ്. ദിക് ദിക് എന്ന് കാഫിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക. ദിക്. എന്നാൽ ദിക്രി എന്ന് കാഫിൻ്റെ ശബ്ദം തീരെ കേൾക്കാതെയോ ദിക്രി എന്ന് ഖൽഖല നൽകിയോ ആവരുത്. അഹ്ല ദിക്രി, റായിന് കസ്റ ആയതുകൊണ്ട് തർക്കീഖാണ്, നേർപ്പിച്ചുകൊണ്ട് റായിനെ ഉച്ചരിക്കണം. ഇൻ കുൻതും, ഇവിടെ 2 ഇഖ്ഫാ ഹഖീഖി വന്നിരിക്കുകയാണ്. ഇഖ്ഫാ ഹഖീഖി എന്ന നിയമം 2 തവണ ആവർത്തിക്കുന്നു. സാക്കിനതായ നൂനിനെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. ശേഷം കാഫ് വന്നതുകൊണ്ടും കുൻതും എന്നതിൽ സാക്കിനതായ നൂനിന് ശേഷം താവും വന്നു. ഇങ്ങനെ 2 ഇഖ്ഫാകളുണ്ട്. ഇതിൽ അവ്യക്തമാക്കി നൂനിനെ മണിക്കണം എന്നർത്ഥം. ഇൻ കുൻതും, രണ്ടിലും തർക്കീഖോട് കൂടിയുള്ള മണിക്കലാണ് വേണ്ടത്, നേർപ്പിച്ചുകൊണ്ട്. ഇൻ കുൻതും എന്നുച്ചരിക്കുക. പദത്തിൻ്റെ അന്ത്യത്തിൽ സാക്കിനത്തായ മീം വന്നിട്ടുണ്ട്. ഇൽഹാർ ഷഫവി നൽകി മീമിനെ മണിക്കാതെ വെളിവാക്കണം. ഇൻ കുൻതും ലാ തഅലമൂൻ, തഅലമൂൻ ആയിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക. എല്ലാ ഹർഫും വ്യക്തമായി അതിൻ്റെ മഖ്റജിൽ നിന്ന് തന്നെ ഉച്ചരിക്കണം എന്നതാണ് പ്രധാനം. വമാ ജഅൽനാഹും, ഇവിടെ മേലെ നാം അർസൽന എന്ന പദത്തിൽ സാക്കിനത്തായ ലാമും ശേഷം നൂനും, അതുപോലെ ജഅൽന ഇവിടെ സാക്കിനത്തായ നൂനും ശേഷം സാക്കിനത്തായ ലാമും ശേഷം നൂനും. ഈ ലാമ് അവ്യക്തമായി വമാ ജഅൽനാഹും എന്നായി പോകരുത്, ശ്രദ്ധിക്കേണ്ടതാണെന്നർത്ഥം. വമാ ജഅൽനാഹും,
പദത്തിൻ്റെ അന്ത്യത്തിൽ സാക്കിനത്തായ മീം വന്നു. ജഅൽനാഹും ജസദ. മീമിനെ ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കണം. ജസദല്ല തൻവീനും ശേഷം ലാമും. ഇദ്ഗാം ബിഗൈരി ഗുന്ന നൽകി തൻവീനിനെ ലാമിലേക്ക് പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കാതെ ഉച്ചരിക്കണം. ജസദല്ല ലാ യഅ്കുലൂൻ. യഅ്കുലൂൻ എന്നതിലെ ഹംസ വ്യക്തമാക്കണം. യഅ്കുലൂൻ എന്നായി പോകരുത്, യാക്കുലൂൻ എന്നൊന്നും ആവരുത്. യഅ്കുലൂൻ ഹംസ ഷിദ്ദത്തോടുകൂടി ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. ലാ യഅ്കുലൂന ലാ യഅ്കുലൂന അത്ത്വാമ. അത്ത്വാം ത്വാ തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കേണ്ട ഇസ്തിഅലാഇൻ്റെ ഹർഫാണ്. ഷിദ്ദത്തുണ്ട്. ഇതെല്ലാം ശ്രദ്ധിച്ച് അത്ത്വാം എന്ന് ഉച്ചരിക്കുക. വമാ കാനൂ ഖാലിദീൻ. വമാ എന്ന് മീമിൻ്റെ അലിഫിനെ തർക്കീഖ് ചെയ്യണം. കാനൂ ഇവിടെയൊക്കെ അലിഫുകൾ തർക്കീഖോടുകൂടി ഉച്ചരിക്കുക. എന്നാൽ ഖാലിദീൻ എന്ന് പറയുമ്പോൾ ഖാ ഇസ്തിഅലാഇൻ്റെ ഹർഫാണ്. അതിനെയാണ് അലിഫ് കൊണ്ട് ദീർഘിപ്പിക്കുന്നത്. ഖാഇനും അലിഫിനും തഫ്ഖീമാണ്, തടിപ്പിച്ച് ഉച്ചരിക്കണമെന്നർത്ഥം. വമാ കാനൂ ഖാലിദീൻ. സുമ്മ ഇവിടെ മീം മുശദ്ദദ, ശദ്ദ നൽകപ്പെട്ട മീമിനെ മണിക്കണം. സ്വദഖനാഹും. സ്വാദ് തഫ്ഖീം ചെയ്ത് തടിപ്പിക്കേണ്ട അക്ഷരമാണ്. ഖാഫിന് സുക്കൂനുണ്ട്. ഖൽഖല സൂറ നൽകി ഖാഫിൻ്റെ സുക്കൂൻ വ്യക്തമാക്കി ഹറക്കത്ത് പോലെ ഉച്ചരിക്കണം. ഖാഫിന് തഫ്ഖീമും നൽകേണ്ടതാണ്. ഇവിടെ സ്വാദിനും ഖാഫിനും ഒഴികെ മറ്റക്ഷരങ്ങൾക്ക് തഫ്ഖീം വരാതെ ശ്രദ്ധിക്കണം. സുമ്മ സ്വദഖനാഹുമുൽ വഅദ്. അൽ വഅദ ആയിന് വ്യക്തമാക്കുക. എല്ലാ ഹർഫും അതിൻ്റെ മഖ്റജിൽ നിന്ന് ഉച്ചരിക്കണം. ആയിന് ഹൽഖിയായ അക്ഷരമാണ്, ശ്രദ്ധിക്കണം. തൊണ്ടയുടെ മധ്യമാണല്ലോ അതിൻ്റെ മഖ്റജ്. ഫഅൻജൈനാഹും. ഇവിടെ സാക്കിനത്ത നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഇഖ്ഫാ ഹഖീഖി നൽകി മറച്ച് മണിക്കുക. മണിക്കലിൽ തർക്കീഖാണ്. ഫഅൻജൈന. ചിലർ തെറ്റായി ഫഅൻ എന്നിങ്ങനെ ചുണ്ട് കൂർപ്പിച്ച് പറയും. ഫഅൻജൈനാഹും മണിച്ചുകൊണ്ട് അവ്യക്തമാക്കുക. മണിക്കലിൽ തർക്കീഖ് വേണം എന്നർത്ഥം. അന്ത്യത്തിൽ സാക്കിനത്തായ മീം വന്നു. അതിന് ഇൽഹാർ ഷഫവി നൽകി വെളിവാക്കണം. ശേഷം വാവാണ് എന്നതുകൊണ്ട് തന്നെ മീമ് സൂക്ഷ്മതയോടെ ഇൽഹാർ ചെയ്യേണ്ടതാണ്. വാവോ ഫാവോ ശേഷം വരുമ്പോൾ മീം അവ്യക്തമായി പോവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഷഫവിയ അക്ഷരങ്ങളാണ് എല്ലാം എന്നതുകൊണ്ട് വളരെ വ്യക്തമായി സാക്കിനത്തായ മീമിനെ ഉച്ചരിക്കണം. ഫഅൻജൈനാഹും വമൻ നശാ. സാക്കിനത്തായ നൂനും ശേഷം ഹറക്കത്തുള്ള നൂൻ രണ്ടും ചേർത്ത് ഉച്ചരിക്കുക. സാക്കിനത്തായ നൂനിനെ ഇദ്ഗാം ബിഗുന്ന കാമിൽ നൽകി നൂനിലേക്ക് ശേഷമുള്ള നൂനിലേക്ക് പൂർണ്ണമായും ലയിപ്പിച്ച് ശബ്ദുള്ള നൂനിനെ മാത്രം ഉച്ചരിക്കുക. നശാ എന്നതിലെ ദീർഘം മദ് മുത്തസിൽ വാജിബ് എന്നതാണ്. നിർബന്ധമായും അലിഫിനെ 4 or 5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കണം. അലിഫും ശേഷം ഹംസയും ഒറ്റ പദത്തിൽ വന്നതാണ് ഇതിനുള്ള കാരണം. വമൻ നശാഉ വഅഹ്ലക്ന. ഇവിടെ അഹ്ലക്ന ഹ കാഫ് ഇതൊക്കെ സാക്കിനത്തായ അക്ഷരങ്ങളാണ്, മഹ്മൂസായ ഹർഫുകളാണ്. നാം നേരത്തെ കാഫിൻ്റെ സുക്കൂൻ സൂചിപ്പിച്ചു കഴിഞ്ഞതുമാണ്. അഹ്ലക്ന അഹ്ലക്ന അൽ മുസ്രിഫീൻ. അഹ്ലക്ന എന്നതിൽ അലിഫ് ഇൽത്തിഖാഉ സാക്കിനൈൻ പരിഹരിക്കുവാൻ വേണ്ടി ചേർത്ത് വായിക്കുമ്പോൾ ഒഴിവാക്കപ്പെടുന്നതുമാണ്. ശേഷം ലാമിൻ സുക്കൂനാണല്ലോ. അൽ മുസ്രിഫീൻ. റാഇന് കസ്റാണ് എന്നതുകൊണ്ട് തർക്കീഖ് നൽകി റാഇന് നേർപ്പിക്കണം. അൽ മുസ്രിഫീൻ. സീന് മഹ്മൂസ് അക്ഷരമാണ്. കൂടാതെ സഫീർ എന്ന സിഫത്തും സീനിനുള്ളതാണ്. അൽ
മുസ് എന്ന് പറയുമ്പോൾ ഉള്ള പ്രത്യേകമായ ശബ്ദമാണ് സഫീർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. وأهلكنا المسرفين. بارك الله فيكم. أعوذ بالله من الشيطان الرجيم. وما أرسلنا قبلك إلا رجالا نوحي إليهم فاسألوا أهل الذكر إن كنتم لا تعلمون. وما جعلناهم جسدا لا يأكلون الطعام وما كانوا خالدين. ثم صدقناهم الوعد فأنجيناهم ومن نشاء وأهلكنا المسرفين.